ഹായ് ഓൾ, മീറ്റർ റീഡർ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC ഈ മാസം അവസാനം പുറത്തുവിടുമെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി നിങ്ങളെ അറിയിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഒരു 30-31 ഈ മാസം അവസാനം 30-31 നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇതിന്റെ സിലബസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കുകളൊക്കെയാണ് ഇതിൽ വരാൻ സാധ്യത എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ടൈമുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ പ്ലംബിംഗ്, അതായത് ITI കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ NAC ഇൻ പ്ലംബിംഗ് ട്രേഡ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മിനിമം SSLC പ്ലസ് ഈ വാട്ടർ മീറ്റർ റീഡറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്തായിരിക്കണം ആ ഒരു എക്സ്പീരിയൻസ്, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ കുറയാത്ത ഒരാൾ സർട്ടിഫൈ ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. വിശദമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ 31 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് കാണാം. ഇപ്പൊ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 19,000 മുതൽ 42,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് ലാസ്റ്റ് 8 ആയിരുന്നു പറഞ്ഞത്, പക്ഷെ 76 അല്ലെ 70-ലധികം അഡ്വൈസുകൾ ഓൾറെഡി ഇതിൽ നിന്ന് പോയിരുന്നു. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 36 ആണ്. ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് നോക്കാം. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഓഗസ്റ്റ് 2022 അപ്പൊ റാങ്ക് ലിസ്റ്റ് ഏകദേശം എക്സ്പയർ ആയിട്ടുണ്ട്. ഇനി എന്താണ് കട്ട് ഓഫ് 63 ആയിരുന്നു. കട്ട് ഓഫ് 63.67 ആയിരുന്നു. മാക്സിമം മാർക്ക് 97 ആയിരുന്നു മാക്സിമം മാർക്ക്. അത് അത്ര മാർക്ക് പോകാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയാം, അത് പിന്നീട് നമുക്ക് അതിലേക്ക് വരാം. എന്തായാലും ടോട്ടൽ അഡ്വൈസ് 76 ആയിരുന്നു. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ മെയിൻ ലിസ്റ്റ് 299 പേരായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തുന്ന ഒരു എക്സാം ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് എന്തായിരിക്കും സിലബസ്, അല്ലെ ഏതൊക്കെ ഏരിയ ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ലാസ്റ്റ് ടൈം മീറ്റർ റീഡറിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ചോദിച്ചേക്കുന്ന ഏകദേശം ഓരോ ടോപ്പിക്കിന്റെ വെയിറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ അതുപോലെ ട്രേഡ്സ്മാൻ പ്ലംബിംഗ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ എക്സാക്ട് സിലബസ് ആയിരിക്കും. എക്സാക്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ ഒരു 90% ടോപ്പിക് എന്തായിരിക്കും, സെയിം ടോപ്പിക് ആയിരിക്കും, സെയിം കണ്ടന്റ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പൊ എന്തായാലും റീസെന്റ് ആയിട്ട് നമുക്ക് ട്രേഡ്സ്മാൻ പ്ലംബിംഗും അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറും എക്സാം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു എക്സാം ആണ് നമുക്ക് മീറ്റർ റീഡറിന്റെ എക്സാം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ എന്തായാലും വെയിറ്റേജ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓടിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോമൺ ഹാൻഡ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, അതായത് പ്ലംബിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, മെഷറിംഗ് ടൂൾസ്, അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ITI ലെവൽ എക്സാമുകളുടെ ഫസ്റ്റ് ടോപ്പിക്കുകൾ എന്നൊക്കെ പറഞ്ഞ് ഇതായിരിക്കും അല്ലെ. കട്ടിംഗ് ടൂൾസ്, ഇതാണ് മെഷറിംഗ് ടൂൾസ് ഒക്കെ ആയിരിക്കും നമുക്ക് മിക്കവാറും എല്ലാം ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്. ആ ഒരു ടോപ്പിക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 13 മാർക്ക് വെയിറ്റേജിന് അത് ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് ജോയിനിങ് മെത്തേഡ്സ്. ജോയിനിങ് മെത്തേഡ്സ് നമുക്കറിയാം എന്തൊക്കെയാണ് ജോയിനിങ് മെത്തേഡ്സ്. വെൽഡിങ് വരും, അതിൻ്റെ അകത്ത് സോൾഡറിങ് വരും, ബ്രേസിങ് വരും അല്ലെ. പിന്നെ സ്ക്രൂ ത്രെഡ്സ് വെച്ചിട്ടുള്ള ജോയിനിങ് മെത്തേഡ്സ് വരും, അല്ലെങ്കിൽ നട്ട് ആൻഡ് ബോൾട്ട് പോലുള്ള സംഭവങ്ങൾ വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ പ്ലംബർ എക്സാമിനും ട്രേഡ്സ്മാൻ പ്ലംബിംഗ് എക്സാമിനും പിന്നെ അതുപോലെ ഫിറ്റർ എക്സാമിന് എല്ലാ എക്സാമിനും നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിക്കുന്നതാണ്. പ്രത്യേകിച്ച് മെക്കാനിക്കൽ റിലേറ്റഡ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വരുന്ന എല്ലാ എക്സാമുകൾക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഈ ജോയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് മേസണറി അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമുക്കറിയാം മേസണറി പറയുമ്പോഴത്തേക്കും എന്താണ് ഈ കോൺക്രീറ്റ് അല്ലെങ്കിൽ മോർട്ടാറിന്റെ മിക്സ്, അല്ലെ എന്താണ് മോർട്ടാർ, അതിന്റെ റേഷ്യോസ് എന്താണ്, RCC എന്താണ്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്നൊക്കെയുള്ള സാധനങ്ങൾ നമ്മളവിടെ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പഠിക്കണം. കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പഠിക്കണം. ഫോർ എക്സാമ്പിൾ സ്കഫോൾഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഒത്തിരി പഠിക്കാനില്ല, പക്ഷേ സിവിലിലെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് അവിടെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. 15 മാർക്കിന് വെയിറ്റേജ് അവിടെ വരുന്നുണ്ട്. സിവിലിലെ എല്ലായിടത്തും ടച്ച് ചെയ്തുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമുക്ക് അവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രിക്ക് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ കുഴപ്പമില്ല, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ്. സിവിലിനൊക്കെ ഇഷ്ടംപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും, നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്ത പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ്. അപ്പൊ പൈപ്പ് എന്തായാലും ഇതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അല്ലേ. അപ്പം ഇതിന്റെ ടൈപ്സ് ഓഫ് പൈപ്സ്, ഏതൊക്കെ ടൈപ്പ് പൈപ്പ് ഉണ്ട്, PVC പൈപ്പ്, സ്റ്റീൽ പൈപ്പ്, അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പൈപ്പുകൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്സും അതിന്റെ ഔട്ടർ ഡയമീറ്റർ, ഓരോ പൈപ്പുകൾ എങ്ങനെയൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ കൂടെ എന്തുണ്ട്, പൈപ്പ് ഫിറ്റിംഗ്സും ഉണ്ട്. ടൈപ്പ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് നമുക്കവിടെ പഠിക്കണം. എൽബോ, TE, അങ്ങനെ കുറച്ച് പൈപ്പ് ഫിറ്റിംഗ്സും ഓരോന്നും ഏതൊക്കെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം ഈ ഒരു ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പൈപ്പും പൈപ്പ് ഫിറ്റിംഗ്സ്. 21 മാർക്കിനാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത വാട്ടർ ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ.
ഓക്കെ, വാട്ടർ ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സോഴ്സസ് ഓഫ് വാട്ടർ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ വാട്ടർ ട്രീറ്റ്മെന്റ് അല്ലെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയൊക്കെയാണ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ പ്ലംബർ റിലേറ്റഡ് കോഴ്സുകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്ത പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്. അപ്പം ഇതും നമുക്ക് കുറച്ച് എന്താണ് ഈ സാനിറ്ററി ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സെയിം ട്രേഡ്സ്മാൻ പ്ലംബറും പ്ലംബിങ്ങിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് 11 മാർക്ക് വെയിറ്റേജിനാണ് വന്നിരിക്കുന്നത്. അടുത്ത ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, ഡ്രെയിനേജ് സിസ്റ്റം ഇൻസ്പെക്ഷൻ ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. മാൻഹോളിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കാനുള്ളത് 5 മാർക്കിനാണ് വരുന്നത്. അടുത്ത പ്ലംബിംഗ് ഫിക്സേഴ്സ്. ഓക്കെ, അപ്പം പ്ലംബിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫിക്സേഴ്സ് ഉണ്ട്, അല്ലെ ട്രാപ്സ് അങ്ങനെ പറയുന്ന പല ടൈപ്പ് ഫിക്സേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതിലൊരു 17 മാർക്കിന് വെയിറ്റേജ് ആണ് അവിടെ വരുന്നത്. അടുത്ത റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന് 2-3 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മാർക്കിന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗും അതിന്റെ ഫിക്സേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഏകദേശം ഒരു ധാരണ. അപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ട്രേഡ്സ്മാൻ പ്ലംബറോ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറോ വെച്ചിട്ടുള്ള സിലബസ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര പഠിച്ചാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇതൊന്ന് ബ്രഷപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിൽ, എപ്പോഴും നമ്മളൊന്ന് റിവൈസ് ചെയ്തും ഒക്കെ വെച്ചില്ലെങ്കിൽ നമ്മളിത് മറന്നു പോകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാട്ടർ മീറ്റർ റീഡറിന്റെ ഒരു എക്സാം എന്നാണ് വരുന്നതെന്നൊക്കെ നോക്കിയിട്ടൊന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നോട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അതല്ല നിങ്ങൾക്കൊന്ന് വീണ്ടും പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണണം, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യണം, ക്ലാസ്സുകൾ വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പുതിയ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ മീറ്റർ റീഡറിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എക്സാംസും എല്ലാം അടങ്ങുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.